നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 88% ഇന്ത്യക്കാരും കരുതുന്നു മോഡി തന്നെയാണ് പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ കഴിവുള്ള നേതാവ്. ന്യൂസ് 18 നടത്തിയ അഖിലേന്ത്യാ തലത്തിൽ സംഘടിപ്പിച്ച ഒരു സർവേയിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നരേന്ദ്രമോദി ഇന്ത്യയുടെ ശക്തനായ നേതാവായി മാറിക്കഴിഞ്ഞുവെന്നാണ് ഈ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്ട് 1,00,000-ലധികം പേരിലാണ് ഈ സർവേ നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ഈ സർവേയുടെ വിവരങ്ങൾ ന്യൂസ് 18 ചാനൽ പുറത്തുവിടുകയും ചെയ്തു. ഇതിൽ 88% ഇന്ത്യക്കാരും നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള പ്രകടനവും ഓപ്പറേഷൻ സിന്ദൂറിൽ കാണിച്ച ധൈര്യവും ചങ്കൂറ്റവും പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ കാണിച്ച ധൈര്യവുമെല്ലാം മോദിയെ ഇന്ത്യയുടെ ഭാവി നേതാവായി വാഴ്ത്തിക്കാട്ടുകയാണ്, അല്ലെങ്കിൽ ഉയർത്തിക്കാട്ടുകയാണ്. നരേന്ദ്രമോദിക്ക് മാത്രമേ ഈ അവസരത്തിൽ പാകിസ്ഥാനെ കയറിയടിക്കാനുള്ള ധൈര്യവും ചങ്കൂറ്റവും പരിണിതപ്രജ്ഞയും ഉണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹമാണ് ഇനി ഇന്ത്യയുടെ യഥാർത്ഥ നേതാവെന്നുമാണ് ഈ സർവേയിൽ പങ്കെടുത്ത 88% പേരും പറയുന്നതെന്നാണ് ന്യൂസ് 18 പറയുന്നത്. കേവലം 1.8% ആളുകൾ മാത്രമേ മോദിക്കെതിരെ സംസാരിക്കാൻ തയ്യാറായുള്ളൂ അത്രേ. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വൻ വിജയത്തിന് ശേഷം മോദി ജനങ്ങളുടെ മനസ്സിൽ കിരീടം വയ്ക്കാത്ത രാജാവായി മാറിക്കഴിഞ്ഞുവെന്നും ന്യൂസ് 18 സർവേ പറയുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJPക്ക് ഇതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടാകും. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ബീഹാറിൽ BJP ഒറ്റക്കക്ഷിയായി ഭരണം നേടുമെന്ന രീതിയിലുള്ള സർവേ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ കയറിയടിക്കാൻ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന് ചുട്ട മറുപടി നൽകാൻ മോഡി കാണിച്ച ധൈര്യവും ചങ്കൂറ്റവും പകരം വയ്ക്കാനാവാത്തതെന്നാണ് ഉത്തരേന്ത്യയിൽ സർവേ നടത്തിയ കേന്ദ്രങ്ങളിൽ നിന്നും ന്യൂസ് 18 ലഭിച്ച റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഭൂരിഭാഗം ആളുകളും, എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സ്ത്രീകളും ചെറുപ്പക്കാരും നരേന്ദ്രമോദിയെ തങ്ങളുടെ ഒരു ആരാധനാപാത്രമായി ഇതിനുശേഷം കണ്ടു തുടങ്ങി, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കണ്ടു തുടങ്ങിയെന്നാണ് ന്യൂസ് 18 സർവേ പറയുന്നതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ബീഹാർ ഉപതെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കും BJPക്കും ഉണ്ടാകുന്ന നേട്ടം വരും കാലത്ത് ഇന്ത്യയിൽ കൂടുതൽ ചുവടുറപ്പിക്കാൻ BJPക്ക് സഹായകമാകുമെന്നുള്ള നിലപാടിലാണ്, അല്ലെങ്കിൽ അത്തരം ഒരു വിവരമാണ് ഈ ന്യൂസ് 18 സർവേ പുറത്തുവിടുന്നത്. നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം BJPയിൽ പോലും നരേന്ദ്രമോദിക്കെതിരായ വിമർശനങ്ങൾ നന്നേ കുറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് BJPക്കുള്ളിൽ നരേന്ദ്രമോദിക്കെതിരെ ചില സംഘങ്ങൾ രൂപപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിനെതിരെ ചില പ്രതിരോധ നിരകളും BJPയിൽ ഉയരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ പോലെയുള്ളവർ ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് മുന്നിട്ടിറങ്ങിയിരുന്നു. മോദിക്കെതിരെയുള്ള ഒരു ശാക്തിക ചേരിയെ BJPയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ, RSSന്റെ സഹായത്തോടെ രൂപപ്പെടുത്തിയെടുക്കാൻ ചില BJPയിലെ പ്രമുഖർ രംഗത്തിറങ്ങിയെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ അവരെ എല്ലാം നിശബ്ദരാക്കിയത്രേ. അതുകൊണ്ട് BJPയിലും രാജ്യത്തും മോദിക്കെതിരെ നിൽക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ നേതൃത്വം ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് ഈ ന്യൂസ് 18 സർവേയിൽ നിന്നും നമുക്ക് വ്യക്തമാക്കുന്നത്. വിവിധ ഓൺലൈൻ മാധ്യമങ്ങളടക്കം ന്യൂസ് 18 ഈ സർവേ പുറത്തുവിട്ടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 88% ഇന്ത്യക്കാരുടെയും പിന്തുണ നേടിക്കൊണ്ട് നരേന്ദ്രമോദി ഇന്ത്യയുടെ നേതാവായി അവരോധിക്കപ്പെടുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയും രാജ്യത്തിൻ്റെ അതിർത്തികളുടെ സുരക്ഷയും എല്ലാം സുരക്ഷിതമായിരിക്കുന്നത്, ഭദ്രമായിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ കൈകളിലാണെന്ന് 88% ജനങ്ങളും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഓപ്പറേഷൻ സിന്ദൂർ ആയിരിക്കും BJPയുടെ വലിയ പ്രചരണമായുധമെന്നും ഈ സർവേ പറയുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മോദി ഇന്ത്യയുടെ തന്നെ നേതാവായി ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടുവെന്നും അത് BJPക്ക് വരും കാലങ്ങളിൽ വലിയ ഗുണം ചെയ്യുമെന്നും ഓപ്പറേഷൻ സിന്ദൂർ ഇനി ഒരു 5 വർഷത്തേക്ക് BJPക്ക് വേറൊരു രാഷ്ട്രീയ പരിപാടിയോ കർമ്മ പരിപാടിയോ പോളിസിയോ വേണ്ട, ഓപ്പറേഷൻ സിന്ദൂറിലെ ഈ വിജയം മാത്രം മതി അവർക്ക് രാഷ്ട്രീയപരമായി ഇന്ത്യയിൽ മുന്നോട്ട് പോകാനെന്നാണ് ഇപ്പോൾ ഈ സർവേകളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്.